ഹായ് ഫ്രണ്ട്സ്, PSC നോട്ട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്ന പേപ്പർ എന്ന് പറയുന്നത് EVSലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. കാറ്റഗറി 1-നൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന EVSലെ പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ PSC നോട്ട്സ് കാറ്റഗറി 1 and 2ൻ്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും കോച്ചിങ്ങിനൊന്നും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. നമുക്ക് ഇനി നമ്മുടെ ഒരു മുന്നിൽ ഈ ഒരു കാറ്റഗറി എന്ന ലക്ഷ്യം നമുക്ക് എന്തായാലും സാക്ഷാത്കരിക്കണം. അപ്പോൾ PSC എക്സാം LPSC UPSC ഒക്കെ വരുന്നതിന് മുന്നേ വരുന്ന ഒരു കാറ്റഗറി ആണ് ഇനി നമുക്ക് മുന്നിലുള്ളത്. അപ്പോൾ അതെന്തായാലും നേടിയെടുക്കണം എന്നുള്ളത് ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. PSC നോട്ട്സിൻ്റെ ഒരു പ്രത്യേകത, റെക്കോർഡിംഗ് ക്ലാസ്സുകൾക്ക് പുറമെ ഡെയിലി ലൈവ് സെക്ഷനും പിന്നെ പേഴ്സണലി നിങ്ങൾക്കൊരു മെൻറ്റർഷിപ്പ് ഒക്കെ ഒരുക്കിയിട്ടുള്ള ഒരു അടിപൊളി കോച്ചിങ് ആണ്. അപ്പോൾ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ, നമുക്ക് EVSലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റ് വൺ, തന്നിരിക്കുന്നവയിൽ ആൽക്കലിയുടെ സ്വഭാവമല്ലാത്തത് ഏത്? തന്നിരിക്കുന്നവയിൽ ആൽക്കലിയുടെ സ്വഭാവമല്ലാത്തത് ഏത്? ഓപ്ഷൻ എ, ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നു. ഓപ്ഷൻ ബി, നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. ഓപ്ഷൻ സി, ചവർപ്പുള്ള സ്വാദ്. ഓപ്ഷൻ ഡി, വഴുവഴുപ്പുള്ളത്. ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ ബി ആണ്, നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ, ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്നാണ്? ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്നാണ്? ഓപ്ഷൻ എ, ഒക്ടോബർ 16. ഓപ്ഷൻ ബി, നവംബർ 19. ഓപ്ഷൻ സി, നവംബർ 12. ഓപ്ഷൻ ഡി, ഒക്ടോബർ 13. ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ സി ആണ്, നവംബർ 12. നെക്സ്റ്റ് വൺ, ദിക്കുകൾ തിരിച്ചറിയുന്നതിനുള്ള ഏറ്റവും അനുയോജ്യമായ പഠനതന്ത്രം ഏത്? ദിക്കുകൾ തിരിച്ചറിയുന്നതിനുള്ള ഏറ്റവും അനുയോജ്യമായ പഠനതന്ത്രം ഏത്? ഓപ്ഷൻ എ, പരീക്ഷണം. ഓപ്ഷൻ ബി, നിരീക്ഷണം. ഓപ്ഷൻ സി, ഗ്രൂപ്പ് ചർച്ച. ഓപ്ഷൻ ഡി, പ്രൊജക്റ്റ്. ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, നിരീക്ഷണം. ഓക്കെ, നെക്സ്റ്റ് വൺ, പഠന നേട്ടവുമായി ബന്ധമില്ലാത്തത് ഏത്? പഠന നേട്ടവുമായി ബന്ധമില്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ഹ്രസ്വകാലത്തിലൂടെയും ദീർഘകാലത്തിലൂടെയും നേടാവുന്ന പഠന നേട്ടങ്ങളുണ്ട്. ഓപ്ഷൻ ബി, പാഠഭാഗം ആസൂത്രണം ചെയ്യുന്ന സമയത്താണ് പഠന നേട്ടങ്ങൾ തയ്യാറാക്കുന്നത്. ഓപ്ഷൻ സി, പഠന നേട്ടങ്ങൾ നിരീക്ഷിക്കാവുന്നതും അളക്കാവുന്നതുമാണ്. ഓപ്ഷൻ ഡി, പഠിതാവിന് ആർജിക്കാൻ കഴിയുന്ന അറിവും ശേഷിയും മനോഭാവവും മൂല്യങ്ങളും പഠന നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നു. ഓക്കെ, ഇതിൽ ഏതാണ് ആൻസർ വരുന്നത്? പഠന നേട്ടവുമായി ബന്ധമില്ലാത്തത് ഏതാണെന്നാണ് ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ഏതാണ്? പാഠഭാഗം ആസൂത്രണം ചെയ്യുന്ന സമയത്താണ് പഠന നേട്ടങ്ങൾ തയ്യാറാക്കുന്നത്. ഓക്കെ, അതാണ് പഠന നേട്ടവുമായി ബന്ധമില്ലാത്തത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ, കേരളത്തിൻ്റെയും ഡാഷിൻ്റെയും സംസ്ഥാന പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ. അപ്പോൾ കേരളത്തിൻ്റെയും ഡാഷിൻ്റെയും സംസ്ഥാന പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ. അപ്പോൾ ഏത് സംസ്ഥാനത്തിൻ്റെ ആണെന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. നാഗാലാൻഡ്. ഓപ്ഷൻ ബി, ആസാം. ഓപ്ഷൻ സി, അരുണാചൽ പ്രദേശ്. ഓപ്ഷൻ ഡി, മിസോറാം. ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ സി ആണ്, അരുണാചൽ പ്രദേശ്. ഓക്കെ, നെക്സ്റ്റ് വൺ, അന്വേഷണാത്മക പഠനത്തിൽ കൂടുതൽ എണ്ണം പ്രക്രിയാശേഷിയുടെ വികാസം സാധ്യമാകുന്ന ഘട്ടം ഏതാണ്? അന്വേഷണാത്മക പഠനത്തിൽ കൂടുതൽ എണ്ണം പ്രക്രിയാശേഷികളുടെ വികാസം സാധ്യമാകുന്ന ഘട്ടം ഏതാണ്? ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, പ്രശ്നം ഏറ്റെടുക്കുന്ന ഘട്ടം. ഓപ്ഷൻ ബി, അന്വേഷണ ഘട്ടം. ഓപ്ഷൻ സി, കണ്ടെത്തൽ വിനിമയം ചെയ്യുന്ന ഘട്ടം. ഓപ്ഷൻ ഡി, തുടർ പ്രവർത്തന ഘട്ടം. ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ ബി ആണ്, അന്വേഷണ ഘട്ടം. ഓക്കെ, നെക്സ്റ്റ് വൺ, യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ പ്രാചീനമായ സംസ്കൃത നൃത്തം നാടക കലാരൂപം ഏത്? യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ പ്രാചീനമായ സംസ്കൃത നൃത്ത നാടക കലാരൂപം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. കഥകളി. ഓപ്ഷൻ ബി, തുള്ളൽ. ഓപ്ഷൻ സി, കൂടിയാട്ടം. ഓപ്ഷൻ ഡി, കേരള നടനം. ഏതാണ് ആൻസർ വരുന്നത്? ചോദ്യം മനസ്സിലായില്ലേ? യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ പ്രാചീനമായ സംസ്കൃത നൃത്ത നാടക കലാരൂപം ഏതെന്നാണ് ചോദ്യം. ഓക്കെ, ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ, കൂടിയാട്ടം. ഓക്കെ, നെക്സ്റ്റ് വൺ, പരിസര പഠനം കൈകാര്യം ചെയ്യുന്ന ടീച്ചർക്ക് പ്രാഥമികമായി വേണ്ടത്.
പരിസര പഠനം കൈകാര്യം ചെയ്യുന്ന ടീച്ചർക്ക് പ്രാഥമികമായി വേണ്ടത്? ഓപ്ഷൻ എ പഠന പ്രക്രിയയിലുള്ള ധാരണ. ഓക്കെ, സോ ഓപ്ഷൻസ് അല്ല, ABC കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിൽ ഏതാണെന്നാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എ പഠന പ്രക്രിയയിലുള്ള ധാരണ, ബി ഉള്ളടക്കത്തിൽ ഉയർന്ന തലത്തിലുള്ള ജ്ഞാനം, സി അടിസ്ഥാന ആശയങ്ങളിലും വസ്തുക്കളിലുമുള്ള ധാരണ. അപ്പോൾ പരിസര പഠനം കൈകാര്യം ചെയ്യുന്ന ടീച്ചർക്ക് പ്രാഥമികമായി വേണ്ടത് ഏതാണെന്നാണ്. അപ്പോൾ 3 കാര്യങ്ങൾ കേട്ടില്ലേ? അപ്പോൾ ഇതിൽ ഏതാണെന്നാണ് ഓപ്ഷൻ എയും സിയും, ഓപ്ഷൻ ബി എയും ബിയും, ഓപ്ഷൻ സി എയും ബിയും സിയും, ഓപ്ഷൻ ഡി ബിയും സിയും. അപ്പോൾ ഈ 3 കാര്യത്തിൽ ഏതാണ് പ്രാഥമികമായി വേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആൻസർ ഏതാ വരുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്, എയും സിയും. അപ്പോൾ എ എന്താ? പഠന പ്രക്രിയയിലുള്ള ധാരണ, സി അടിസ്ഥാന ആശയങ്ങളിലും വസ്തുതകളിലുമുള്ള ധാരണ. ഇത് രണ്ടും എന്താണ് വേണ്ടത്? ഓക്കെ, നെക്സ്റ്റ് വൺ. ട്രാഫിക് സിഗ്നലുകളിൽ ചുവന്ന ലൈറ്റ് ഉപയോഗിക്കുന്നതിന് കാരണം എന്ത്? ട്രാഫിക് സിഗ്നലുകളിൽ ചുവന്ന ലൈറ്റ് ഉപയോഗിക്കുന്നതിന് കാരണം എന്ത്? ഓപ്ഷൻ എ തരംഗദൈർഘ്യം കൂടിയതുകൊണ്ടും വിസരണം കുറവായതുകൊണ്ടും, ഓപ്ഷൻ ബി തരംഗദൈർഘ്യവും വിസരണവും കുറവായതുകൊണ്ട്, ഓപ്ഷൻ സി തരംഗദൈർഘ്യവും വിസരണവും കൂടിയതുകൊണ്ട്, ഓപ്ഷൻ ഡി തരംഗദൈർഘ്യം കുറവും വിസരണം കൂടിയതുകൊണ്ടും. ഓക്കെ, ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ, തരംഗദൈർഘ്യം കൂടിയതുകൊണ്ടും വിസരണം കുറവായതുകൊണ്ടും. ഓക്കെ, നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് വൺ നോക്കിക്കോളൂ. ആശയ ഭൂപടവുമായി യോജിക്കാത്തത് ഏത്? ആശയ ഭൂപടവുമായി യോജിക്കാത്തത് ഏത്? ഓപ്ഷൻ എ ഒരു യൂണിറ്റിലെ പഠനാശയങ്ങളെ ക്രമീകരിക്കാൻ സഹായിക്കുന്നു, ഓപ്ഷൻ ബി ആശയങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം കാണിക്കുന്നു, ഓപ്ഷൻ സി ആശയ ഭൂപടം ഒരു ത്രിമാന ചിത്രീകരണമാണ്, ഓപ്ഷൻ ഡി പാഠഭാഗങ്ങളുടെ ആസൂത്രണത്തിനും പഠിതാവിനെ വിലയിരുത്തുന്നതിനും സഹായിക്കുന്നു. ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ആശയ ഭൂപടം ഒരു ത്രിമാന ചിത്രീകരണമാണ്. അപ്പോൾ ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇതിൻ്റെ ജസ്റ്റ് പാർട്ടായിട്ട് നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് എന്തായാലും മറക്കാതെ കാണുക. നമ്മുടെ PSC നോട്ട്സിൻ്റെ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ റെഡി ആയിട്ടുള്ളവർ എന്ത് ചെയ്യുക? അത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക്